Hey beautiful souls, you will be here for Agon Talks. This is Anilin. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൻഡ് ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കാര്യം പറയാം. ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അയ്യോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ടില്ല എന്ന് പറയുന്ന ഒരു ധാരണയിലേക്കൊന്നും നിങ്ങൾ ആരും എത്തിച്ചേരരുത്. കാരണം ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്. അതായത് എന്താ പറയുക, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും ഞാൻ തരംതിരിക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഞാൻ താമസിക്കുന്ന ഐലൻഡും അതുപോലെ തന്നെ ഞാൻ കണ്ടു പരിചയമുള്ള അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ജനറലായിട്ട് നിങ്ങൾ ഇത് എടുക്കരുത്. എല്ലായിടത്തും ഇതേപോലെ ആയിരിക്കും അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് ഒരിക്കലും വരാതിരിക്കുക. ഓക്കെ, അത് ആദ്യം തന്നെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഐലൻഡ് ലൈഫിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുകയാണ്. അപ്പം ഐലൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ മാൽദീവ്സിലേക്ക് ജോലിക്ക് വരുമ്പോൾ, എസ്പെഷ്യലി ടീച്ചിങ് ജോബിന് വരുന്ന സമയത്ത് 3 ചാൻസസ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, 3 പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ പോസിബിലിറ്റീസ് എന്ന് പറയുന്ന സംഭവമാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടേക്ക് ടീച്ചിങ് ജോബിന് വരുന്ന സമയത്ത് മാലെ അല്ലെങ്കിൽ ഹുളുമാലെ എന്ന് പറയുന്ന ആ ഒരു ക്യാപിറ്റൽ സ്ഥലത്ത് തന്നെ ജോലി കിട്ടുക എന്ന് പറയുന്നതാണ്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് അറ്റോൾ സെന്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റോൾ ക്യാപിറ്റൽ ആയിട്ടുള്ള ഐലൻഡുകളിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇപ്പം ഞാനൊക്കെ ജോലി ചെയ്യുന്നത് പോലുള്ള ചെറിയ ഐലൻഡുകളിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 ചാൻസസ് ആണ് നമ്മുടെ മുന്നിലായിട്ടുള്ളത്. അപ്പം നമുക്കൊരിക്കലും ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബട്ട് ഇവൻ ഇങ്ങനെ ഒരു 3 ചാൻസസ് അല്ലെങ്കിൽ 3 പോസിബിലിറ്റീസ് ആണ് നമ്മുടെ മുന്നിലായിട്ട് ഉള്ളത്. അപ്പം ഇപ്പം നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ മാലയിലോ അല്ലെങ്കിൽ ഹുളുമാലെ പോലുള്ള അവിടെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഐലൻഡ് ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി ലൈഫൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന മാലെ സിറ്റിയും അതുപോലെ ഹുളുമാലെ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. പക്ഷേ ഐലൻഡിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ ഈ വീഡിയോസിലും അല്ലെങ്കിൽ സിനിമകളിലും ഒന്നും കണ്ടിട്ടുള്ള അതൊന്നുമല്ല. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫാണ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഐലൻഡ് ലൈഫിന്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ഐലൻഡ് ലൈഫിലുള്ള കാര്യങ്ങൾ എന്താണ്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺലിനെസ് എന്ന് പറയുന്നതാണ്. ലോൺലിനെസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു മാൽദീവ്സിൽ ജോലിക്ക് വേണ്ടിയിട്ട് വരുന്നു. മാൽദീവ്സിലേക്ക് ജോലിക്ക് വേണ്ടി വരുന്ന സമയത്ത് നമ്മളൊരു സെറ്റ് ഓഫ് ആൾക്കാരെ നാട്ടിൽ വിട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, നമ്മളുടെ ഒരു ഫാമിലി, ഇവരെയൊക്കെ നമ്മൾ നാട്ടിൽ വിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മാൽദീവ്സ് എന്ന് പറയുന്ന സ്ഥലത്ത്, അത് മാൽദീവ്സ് എന്നല്ല ഏതൊരു രാജ്യത്തേക്കാണെങ്കിലും നമ്മൾ പോകുമ്പോൾ അവരെയൊക്കെ നമ്മളൊരു പിന്നിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം നമ്മൾ സിനിമകളിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള നീല കളറുള്ള കടലും വളരെ മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കൾച്ചറും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണ ശീലങ്ങളും രീതികളും ഒക്കെ കണ്ടിട്ടൊരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്യും. ഈ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെ കൊളീഗ്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അവരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെയാ അത്? അങ്ങനെയല്ല, ഞാൻ ആ ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് എല്ലാവരും തന്നെ കംപ്ലീറ്റ്ലി അവർ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. ഒബ്വിയസ്ലി അവർ നമ്മളുടെ നല്ല സുഹൃത്തുക്കളായിരിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോലെ തന്നെ അവരും എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ നാട്ടിൽ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ, അതായത് വീട്ടിലേക്ക് വിളിക്കണം, നമ്മളുടെ കൂട്ടുകാരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയുള്ള ഒരു പ്രയോറിറ്റി ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ അവർക്കുണ്ടായിരിക്കും. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടായിരിക്കും. വിളിച്ചിട്ട് നമുക്ക് എന്നാ ഒരു കഫേ പോവാം, ഒരു ചായ കുടിക്കാം എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈസി ആയിട്ട് അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സിനിമ കാണാനോ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ അതേപോലെ വിളിച്ചിട്ട് എന്നാ എടാ എനിക്ക് ഭയങ്കര ബോറടിക്കും, നമുക്ക് പുറത്തു പോയാലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർക്ക് അവരുടേതായ പേഴ്സണൽ പ്രൈവറ്റ് ലൈഫ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് സ്പേസിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളുടെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷേ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ചിലപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ലോൺലിനെസ് ഭയങ്കര കേഴ്സ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധനം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്, ഐലൻഡ് ലൈഫിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബോർഡമാണ്. ബോർഡം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ബോറടിക്കോ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ വർക്ക് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ സൺഡേസിൽ ക്ലാസ് ഉണ്ട്. സൺഡേസ് മുതൽ
തേഴ്സ്ഡേയ്സ് വരെയാണ് നമുക്ക് ക്ലാസ് ഉള്ളത്. അതായത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ നമുക്ക് ക്ലാസ് ഉണ്ട്. ഈ ഒരു വർക്ക് സ്പേസിൽ നമ്മൾ അത്ര വലിയ ബോറടിക്കില്ല. കാരണം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ ദിവസവും പുതിയ പുതിയ കോണ്ടന്റുകളുമായിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു, പുതിയ പുതിയ അനുഭവങ്ങളുമായിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. അപ്പം നമുക്ക് അത്ര വലിയ ബോറടി ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ഒരു 2 ദിവസമുണ്ട്, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. അതായത് വ്യാഴാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച വരെ. ഈ ഒരു സമയത്തിന്റെ ഇടയിൽ നമുക്ക് ആദ്യത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു ബോറടി ഒക്കെ തുടങ്ങി, അത് ഒരു ബോറടി തോന്നി തുടങ്ങും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ ഒരു ഐലൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഐലൻഡിൽ എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 തികച്ചില്ല, ഒരു 1.5 കിലോമീറ്റർ വീതി, ഒരു 3 കിലോമീറ്ററോളം നീളം. ഇതാണ് ഈ ഒരു ഐലൻഡിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇവിടെ മൊത്തത്തിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 300 to 400 ഇത്ര ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്, ഇൻക്ലൂഡിങ് ഓൾ ദി എക്സ്പാറ്റ്സ്. അതായത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ, അതുപോലെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എല്ലാ എക്സ്പാറ്റ്സിനെയും ചേർത്തുകൊണ്ട് ഇവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ 300 to 400 ആൾക്കാർ മാത്രമാണ് ഈ ഒരു ഐലൻഡിൽ താമസിക്കുന്നത്. ഓക്കെ, അത്ര ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പോകുന്നത് ഒരേ മുഖങ്ങളെയാണ്. നിങ്ങൾ ഒരു സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു എന്നാൽ പിന്നെ കുറച്ച് റിഫ്രഷ് ആവാമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഐലൻഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ എല്ലാ ദിവസവും കാണുന്ന കടലും എല്ലാ ദിവസവും കാണുന്ന സ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബോറടിച്ചേക്കാം. അപ്പോൾ ഒരു ബോറടിക്കൽ വന്നേക്കാനുള്ള ചാൻസസ് ഐലൻഡ് ലൈഫിൽ ഉണ്ട്. മൂന്നാമത്തെ കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് എൻ്റെ ഐലൻഡുമായി റിലേറ്റ് ചെയ്തിട്ടാണ്, ഒരുവിധം റൂറൽ ഐലൻഡ്സുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാനിത് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ഉണ്ട്. അതായത് മാൽദീവ്സിലെ ക്ലൈമറ്റ്സ് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ എത്രയോ ഷോർട്സിലും എത്രയോ വീഡിയോസിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. കാരണം രാവിലെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലായിരിക്കും. ആ വെയിലും കണ്ടിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും നല്ല മഴ പെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലൈമറ്റ് അല്ല ഇവിടെ ഉള്ളത്. അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ, ഇപ്പം ഞാൻ താമസിക്കുന്ന ഐലൻഡിൽ നിന്ന് ഏകദേശം ഒരു സ്പീഡ് ലോഞ്ചിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു 20 മിനിറ്റ്സ് ട്രാവൽ ചെയ്താലാണ് എൻ്റെ ഡൊമസ്റ്റിക് എയർപോർട്ട് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ 20 മിനിറ്റ്സ് എനിക്ക് സ്പീഡ് ലോഞ്ചിൽ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് ഫെറിയിൽ യാത്ര ചെയ്താലാണ് എനിക്ക് ഈ പെർട്ടിക്കുലർ ഐലൻഡിലേക്ക് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ സീ ഒക്കെ റഫായി കഴിഞ്ഞാൽ ഈ യാത്ര നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. സീ ഒക്കെ റഫായ നമ്മുടെ യാത്രയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞങ്ങളുടെ ആനുവൽ ഹോളിഡേയ്സ് ഒക്കെ വരികയാണ്. ഈ സമയത്ത് നാട്ടിൽ പോകണമെന്ന ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഈ നമ്മളുടെ എന്താ പറയുക, നാട്ടിൻ പ്രദേശത്തൊക്കെ ബസ് സർവീസസ് ഉണ്ടാവില്ലേ, ബസ് സർവീസസ് ഉണ്ടാവുന്ന പോലെ, അതായത് രാവിലെ ഇങ്ങോട്ട് വരുന്നു, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. അതേപോലെയാണ് ഇവിടുത്തെ ഡൊമസ്റ്റിക് സർവീസസ് എന്ന് പറയുന്നത്. അതായത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. രാവിലെ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും, വൈകുന്നേരം ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും, രാത്രിയിൽ ഒരു ഫ്ലൈറ്റ് ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇന്റർനാഷണൽ നമ്മൾ എടുക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് ഒക്കെ ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പിന്നെ ഡൊമസ്റ്റിക് ചെക്ക് ചെയ്തിട്ട് ഇന്റർനാഷണൽ എടുത്താൽ പോരെയാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ പ്രൈസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്റർനാഷണൽ ആദ്യം എടുക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് നമുക്കൊരു ഫിക്സ്ഡ് റേറ്റ് ആണല്ലോ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ഫ്ലൈറ്റ്സിന്റെ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടാവില്ല. കാരണം ആൾക്കാർ ചിലപ്പം ഓൾറെഡി സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും ഈ ടിക്കറ്റ്സ് ഒക്കെ. അപ്പോൾ ചില സമയത്ത് അപ്പം നമ്മൾ ഇന്റർനാഷണൽ എടുത്തിട്ട് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അതിന് സാധിച്ചില്ല എന്ന് വരും. ചില സമയങ്ങളിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പെട്ടെന്ന് സഡൻ ആയിട്ട് ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഡിലേ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലൈറ്റ് കിട്ടാൻ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ട് ഇതെൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതായത് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ട് മാലയിലെത്തിയപ്പോഴേക്കും എൻ്റെ ഫ്ലൈറ്റ് പോയ അങ്ങനത്തെ അനുഭവങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഇതൊക്കെ സംഭവിച്ചേക്കാം. ഈ ഒരു പേടിയോട് കൂടിയിട്ടാണ് നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാറുള്ളത് നാട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ എമർജൻസി ആയിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇപ്പം നിങ്ങൾ മാലയിലൊക്കെ ആണ് താമസിക്കുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം അവിടെ നിന്ന് ഒരു 100 രൂപ കൊടുത്തിട്ട് ഒരു ടാക്സി വിളിച്ച് കുളുമാലയിൽ വന്ന് ആ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു റൂറൽ ഐലൻഡിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു സ്പീഡ് ലോഞ്ച്, അതിനുശേഷം ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്, അത് കഴിഞ്ഞിട്ട് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ഡേ നമ്മളുടെ ഒരു ട്രാവലിങ്ങിന് തന്നെ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാവലിംഗ് ഈ ഒരു വെതറുമായിട്ട് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെതറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം, അത് പ്രശ്നമായിട്ട് തന്നെ ഞാൻ പറയാണ്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഓക്കെ, അടുത്തതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ റെന്റിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ. നമ്മൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു റൂമും അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിരിക്കും, പിന്നെ ഒരു കിച്ചൺ ഉണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഒരുവിധം സെറ്റപ്പ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും ഇവിടെ. അതിൽ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അത് കമ്പയറിംഗ് വിത്ത് വലിയ വലിയ ഐലൻഡ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു അറ്റോൾ ക്യാപിറ്റൽ ഐലൻഡുമായിട്ടോ അല്ലെങ്കിൽ മാലയോ അല്ലെങ്കിൽ ഹുളുമാലയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഎക്സ്പെൻസീവ് ആയിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അതായത് റൂം റെന്റ് ഒന്നും അത്ര വലിയതായിട്ട് വരാറില്ല. ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കറണ്ട് ബില്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൗണ്ട്, അതായത് എപ്പോഴും AC ഒക്കെ ഉപയോഗിക്കുന്നു. AC ഉപയോഗിക്കാന്ന് പറയുമ്പോൾ ആ AC ഒക്കെ കുറച്ച് പഴയതൊക്കെ ആണെങ്കിലാണ് പ്രശ്നമുള്ളൂ. ഇപ്പോൾ ഒരു 500 to 700 ഇൻ ബിറ്റ്വീൻ ഇതിന്റെ ഇടയിൽ AC ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പ്രൈസ് ഒക്കെ ആയിരിക്കും നമുക്ക് കറണ്ട് ബില്ല് വരിക. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫിൽറ്റർ വാട്ടർ ഫെസിലിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക 100 ലിറ്ററിന് ഇത്ര രൂപ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഈ രീതിയിൽ കമ്പയറിംഗ് വിത്ത് വലിയ ഐലൻഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാലേ സിറ്റി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഐലൻഡ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്, ലിവിങ് കോസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയാം, ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ആണ്. ഇന്നാഡിക്വേറ്റ് ആയിട്ടുള്ള ഫുഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മാൽദീവ്സിൽ അങ്ങനെ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഫാമിംഗ് ഈ പറയുന്ന സാധനങ്ങളൊന്നും അധികമായിട്ടില്ല. ഇപ്പം നമ്മളുടെ ഐലൻഡിലാണെങ്കിൽ കൃഷിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ പച്ചക്കറിയുടെ ഒക്കെ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുവിധം പച്ചക്കറിയൊക്കെ കിട്ടും. പക്ഷേ ഈ തക്കാളി ഉള്ള സാധനങ്ങളൊക്കെ, ഈ തക്കാളി എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ തക്കാളിക്ക് വേണ്ടിയിട്ട് കടയിൽ പോയിരുന്നു. അപ്പം ഇങ്ങനെ വാടി തൂങ്ങിയ തക്കാളിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ തക്കാളിയുടെ പേസ്റ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക, പാക്കറ്റിൽ വരുന്ന പേസ്റ്റാണ് ഉപയോഗിക്കുക. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ കൂടുതലും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് മാലേ സിറ്റിയിൽ വരുന്നു. അവിടെ നിന്ന് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ബോട്ട്സ് ഉണ്ടായിരിക്കും. ആ ബോട്ടിലായിട്ടാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഐലൻഡുകളിലേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 300 കിലോമീറ്റേഴ്സ് എവയാണ് മാലയിൽ നിന്ന്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു എന്താ പറയുക, ഒരു ബോട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 18 മണിക്കൂറൊക്കെ ടൈം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടേക്ക് പോയി എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വരുന്ന ബോട്ടുകൾ എന്ന് പറഞ്ഞാൽ പല ഐലൻഡുകളിലും സാധനങ്ങൾ ഇറക്കിയിട്ടൊക്കെ വരുന്ന ബോട്ടുകളായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 2-3 ഡേയ്സ് ഒക്കെ എടുക്കും അവിടെ നിന്ന് സാധനം കയറ്റി ആ സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി മറ്റൊരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്ത് മാലയിൽ എത്തിയൊരു സാധനമാണ്. പിന്നെ ഒരു 2-3 ഡേയ്സ് കൂടിയിട്ട് ഈ പറയുന്ന പോലെ ബോട്ടിൽ ട്രാവൽ ചെയ്തിട്ടാണ് ആ സാധനം ഇവിടെ എത്തുന്നത്. അതിവിടെ എത്തുമ്പോഴേക്കും അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടും കേട്ടോ. ഇപ്പോൾ പപ്പായ, അതുപോലെ കുമ്പളങ്ങ, അതുപോലെ വെള്ളരിക്ക, പിന്നെന്താ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്കിത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രാൻസ്പോർട്ടേഷന്റെ പ്രശ്നം പറഞ്ഞില്ലേ, അതുമായിട്ട് ഇതും റിലേറ്റഡ് ആണ്. കാരണം വെതർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ, സീ ഒക്കെ റഫായി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ബോട്ട് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തൂല. അവർ പല സ്ഥലങ്ങളിൽ ഹാൾട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഈ പറയുന്ന പോലെ ഓൾറെഡി പാക്ക് ചെയ്ത് വരുന്ന ആ സാധനങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും ഒരു അവസ്ഥയിലായിട്ടുണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം, ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, എന്ന് വെച്ചാൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടാനുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ അറ്റോൾ ക്യാപിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റുകളുണ്ട്. ആ മാർക്കറ്റുകളിൽ നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്താൽ മതി. പക്ഷേ നമുക്ക് എല്ലാ ആഴ്ചയിലും നമുക്കത് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. നമുക്ക് ആകെ 2 ദിവസം വെക്കേഷൻ ആണുള്ളത്, അല്ലെങ്കിൽ ഹോളിഡേ ആണുള്ളത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകിൽ കിടന്നുറങ്ങാനൊക്കെ ശ്രമിക്കും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി വൺസ് ഒക്കെ പോയിട്ട് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വരാം. ഇപ്പം നിങ്ങൾ മാലയിലോ കുളുമാലയിലൊക്കെ ആണെങ്കിൽ അവിടെ നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അവിടെ മാർക്കറ്റുകളിൽ പോയിട്ട് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ അവിടെയും കിട്ടും. അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഐലൻഡ് ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ സാധനങ്ങളൊക്കെ കേട്ടിട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ജനറലൈസ് ചെയ്യരുത്. എല്ലാ ഐലൻഡിലും ഇങ്ങനെയാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാ ഐലൻഡിലും ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ എൻ്റെ ഐലൻഡിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യം കേട്ടിട്ട് അയ്യോ ഇങ്ങനെയാണോ എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള തീരുമാനങ്ങളൊന്നും നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിലുള്ള ഒരു പ്രൈവറ്റ് സെക്ടറിലെ ജോബുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഓപ്പർച്യൂണിറ്റി പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളെ നെഗറ്റീവായിട്ട് മാത്രം കണക്കാക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നാൽ പിന്നെ യാത്ര ഞാൻ പോകുന്നില്ല എന്നുള്ള തീരുമാനമൊന്നും എടുക്കരുത്. ഞാനത് വീണ്ടും എടുത്തു പറയാണ്. അപ്പം നമ്മളുടെ വീഡിയോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ദിസ് ഈസ് ആൻഡ് ലിവി സൈനിങ് ഓഫ്. ബൈ ബൈ.